ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് അമേരിക്ക മുങ്ങിക്കപ്പൽ ആക്രമിച്ചു തകർത്ത പശ്ചാത്തലത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പലിലെ 80 ഇറാനിയൻ നാവികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. 80 നാവികർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ സർക്കാർ ആണ് അറിയിച്ചിട്ടുള്ളത്. ലങ്കൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ കുറയ്ക്കാനുള്ള പ്രമേയം അതിനിടെ അമേരിക്കൻ സെനറ്റ് തള്ളുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലും ട്രംപിന് തന്നെയാണ് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചത്. അത് ട്രംപിന് വലിയ ആത്മവിശ്വാസം ആണ് നൽകുന്നത്. പ്രത്യേകിച്ച് യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് അമേരിക്ക എന്ന് ട്രംപ് പറയുന്നു. അമേരിക്കൻ സൈനികർ ധീരമായ പോരാട്ടമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇറാൻ ഇസ്രായേലിലെ ജനതയെ, അമേരിക്കൻ ജനതയെ കൊന്നൊടുക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. We're doing very well on the war front, to put it mildly, I would say. Somebody said, on a scale of 10, where would you rate it? I said about a 15. And we're going to continue to do well. We have the greatest military in the world by far. And that was a tremendous threat to us for many years. 47 years they've been killing our people and killing people from all over the world. And I think we have great support. And I think if we didn't do it first, they would have done it to Israel and give us a shot if that was possible. So we're in a very strong position now. And their leadership is just rapidly going. Everybody that seems to want to be a leader, they end up dead. And it's an amazing thing that's taking place before your eyes, because for 47 years we were pushed around and we shouldn't have been. And I think I can say, and you see it as well as I do, you see the tremendous progress that's being made. Their missiles are being wiped out rapidly. Their launchers are being wiped out. They're attacking their neighbors. They're attacking their, in some cases, allies, or not so long ago allies. And, you know, it's really a nation that was out of control, and they would have used it on us if we let them. യെസ്, എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ച്, അതായത് ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ ആക്രമണം ആരംഭിച്ച 6ാമത്തെ ദിവസം ആണ് സെനറ്റിൽ ഈ വിഷയം വന്നത്. അവിടെ ട്രംപിന് പിന്തുണ ലഭിക്കുന്നു എന്നത് ട്രംപിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കാർത്തിക് ആണ് ചേരുന്നത്. കാർത്തിക്, ട്രംപിലേക്ക് വരുന്നതിന് മുമ്പ് ഈ യുദ്ധക്കപ്പൽ അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ സാധാരണ ഈ പോരാട്ടങ്ങളിലൊന്നും തന്നെ കപ്പൽ മുക്കിയ ഒരു ചരിത്രമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ആക്രമണം ആകാശ അതിർത്തികൾക്കപ്പുറത്ത് സമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കടൽ പോരിലേക്ക് കടക്കുമ്പോൾ അത് എത്രത്തോളം വലിയ ഗുരുതരമായ പ്രത്യാക്രമണം ആണ്, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ആണ് സൃഷ്ടിക്കാൻ സാധ്യത? കാർത്തിക്. അഭിലാഷ്, 6ാം ദിവസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാണ്. ആദ്യ 5 ദിവസങ്ങളിൽ വ്യോമാക്രമണവും വ്യോമ പ്രതിരോധവുമായിരുന്നു യുദ്ധതന്ത്രങ്ങൾ. എങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. കടൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്രതീക്ഷിതമായി അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പലിന് നേരെ നടത്തിയ ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ നാവികസേനയുടെ ഏതാണ്ട് 20ഓളം വെസലുകൾ നശിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക അവകാശപ്പെടുന്നത്. ഈ ആക്രമണം ഇന്ത്യൻ മഹാസമുദ്രത്തിലായിരുന്നു എന്നതാണ് ഈ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് 74 കിലോമീറ്റർ അകലെയാണ് ഇറാന്റെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. അത് അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലിൽ നിന്ന് ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരത്തിൽ ഒരു ആക്രമണം ഇതാദ്യമാണ്. 1982-ൽ അർജന്റീനയുടെ ഒരു കപ്പൽ സമാനമായ രീതിയിൽ അമേരിക്ക മുക്കിയിരുന്നു. പക്ഷേ അപ്പോഴും അതിനുശേഷം ഇത്രയേറെ ഏതാണ്ട് 4-5 ദശാബ്ദങ്ങളോളം ഇത്തരത്തിൽ ഒരു യുദ്ധമുറ ഉണ്ടായിട്ടില്ല. ആ യുദ്ധമുറ കൂടി
ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലും അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 180 നാവികരായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഏതാണ്ട് 87 പേർ കൊല്ലപ്പെട്ടു, 32 പേരെ രക്ഷിച്ചു. ഇവർ ചികിത്സയിലാണ് എന്നും ശ്രീലങ്കൻ അതോറിറ്റീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ ശ്രീലങ്കയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ച് പുറത്തു വന്നു. 32ഓളം പേർ ചികിത്സയിലാണ്, ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന വിവരങ്ങളാണ് അവർ പങ്കുവച്ചത്. പക്ഷെ അപ്പോഴും ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഏതാണ്ട് 61ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ്. ഇവരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. മാത്രമല്ല, ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത മടങ്ങവെയാണ് ഇത്തരത്തിൽ ഇറാൻ കപ്പലിന് നേരെ ഒരു ആക്രമണം എന്നതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സ്വാഭാവികമായും ആ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണമടക്കം ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപം ഇത്തരം ഒരു ആക്രമണം അപ്രതീക്ഷിതമാണ്. ആ ആക്രമണം ഉണ്ടായത് തീർത്തും അപലപനീയം എന്ന തരത്തിൽ പല രാജ്യങ്ങളും ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകൾ അല്പം മുമ്പ് നമ്മൾ കേട്ടു. ഈ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യം വളരെ മുൻപിലാണ്, അമേരിക്കൻ സൈന്യം ലക്ഷ്യം കൈവരിക്കും എന്ന തരത്തിൽ പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഹിസ്റ്റോറിക്കൽ ഗെയിൻസ് ഈ യുദ്ധത്തിലൂടെ കൈവരിക്കും, ചരിത്രപരമായ നേട്ടങ്ങളാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ഈ യുദ്ധത്തിലൂടെ കൈവരിക്കാൻ പോകുന്നത് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പലതരത്തിലുള്ള ഇടപെടലുകൾ വരുന്നതിന് പിന്നാലെയാണ് ഇവരുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം, അല്പം മുൻപ് ചൈനീസ് വിദേശകാര്യമന്ത്രി സൗദി തലവനുമായി സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകുന്നത് ഗുണകരമാകില്ല, അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ ഉണ്ടാകണം, അതിന് ഒരു പ്രത്യേക പ്രതിനിധി സംഘത്തെ അയക്കാൻ തയ്യാറാണ് എന്നുകൂടി ചൈന പറഞ്ഞു വച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യൻ സമുദ്രത്തിൽ ഇത്തരത്തിൽ ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു ഇറാൻ്റെ ഏറ്റവും പുതിയ, അതായത് 2021 ഇറാൻ സൈന്യത്തിൻ്റെ ഭാഗമായി, ഇറാൻ നാവികപ്പടയുടെ ഭാഗമായ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുന്നു. വലിയ ചെലവ് വരുന്ന ഒരു യുദ്ധമുറയിലേക്ക് കൂടി അമേരിക്ക ഈ ഘട്ടത്തിൽ കടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഒരു ടോർപിഡോക്ക് ഏതാണ്ട് 38,70,00,000 രൂപ ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ വരും. 1698 കിലോ ഭാരമുള്ള ടോർപിഡോ, അതിന് വഹിക്കാൻ ശേഷിയുള്ളത് സ്ഫോടക വസ്തു ഏതാണ്ട് 680 കിലോ വരെയുണ്ട്. അതായത് ഒരു യുദ്ധക്കപ്പലിനെ കീഴ്മേൽ മറിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ആയുധമാണ് ടോർപിഡോ. ആ ടോർപിഡോ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച ഈ രംഗത്തെ വിദഗ്ധരുടെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വ്യോമാഭ്യാസത്തിന് ശേഷവും നാവികാഭ്യാസത്തിന് ശേഷവും ഇവർ മടങ്ങുകയായിരുന്നു. അത്തരത്തിൽ ഒരു കപ്പൽ, അത്യാധുനിക കപ്പൽ, പ്രത്യേകിച്ച് അറബിക്കടലിലടക്കം US-ൻ്റെ അത്യാധുനിക കപ്പലുകൾ നങ്കൂരമിട്ട് ഒരു പടയൊരുക്കത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇറാൻ്റെ ഒരു കപ്പൽ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. കാരണം ആ കപ്പലിന് വലിയ തോതിലുള്ള ആക്രമണശേഷിയുണ്ട്. അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു അല്പം മുന്നേ എറിഞ്ഞു എന്ന് വേണം വിലയിരുത്താൻ. ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലും ഇറാൻ ആക്രമണം കടുപ്പിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. KP അഭിലാഷ്, അതിൽ ഏറ്റവും പ്രധാനം ഖത്തറിൽ തന്നെയാണ്. ദോഹയിലെ US എംബസിക്ക് സമീപമുള്ള വീടുകളിൽ നിന്ന് താമസക്കാരെ അവർ ഒഴിപ്പിച്ചു. സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇവർക്ക് സമാന്തര സൗകര്യങ്ങളും ഒരുക്കി. ഏതായാലും കുവൈറ്റ് തീരത്തിന് 30 നോട്ടിക്കൽ മൈൽ അകലെ ഒരു കപ്പലിന് നേരെ, മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. തീർച്ചയായും അവിടെ കാർത്തിക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതായത് അമേരിക്ക ഒരു മുഴം മുന്നേ എറിയുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ളത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.